അതിരൂക്ഷമായ വരൾച്ചയിലേക്ക് കടക്കുകയാണ് വയനാടിന്റെ വടക്കൻ മേഖല. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലകളിൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടു തുടങ്ങി. കബനി നദിയിലടക്കം ജലനിരപ്പ് താഴ്ന്നതും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കബനിയിലേക്ക് എത്തേണ്ട കടമാൻതോടിന്റെ അവസ്ഥ ഈ വിധം. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി മേഖലയ്ക്ക് വെള്ളം നൽകുന്ന മുദ്ദളിത്തോടും ഇപ്പോൾ കബനിയെ തൊടുന്നില്ല. ഇത്രയും പറ്റിയ ചരിത്രം ഇപ്പോൾ ഞാൻ ഇത്രയായിട്ടൊരു 10-30 വർഷമായിട്ട് ഇങ്ങനെ ഇത്രയും പറ്റി കണ്ടിട്ടില്ലാണ്. ഇതിപ്പോൾ ഈ കണ്ടീഷനെല്ലാം തീർന്നു പോകുന്നില്ല, ഒരു മാസം കൊണ്ട് തീരും. ഞാൻ നിൽക്കുന്നത് കബനി നദിയിലാണ്. പലയിടങ്ങളിലും കാൽമുട്ടിൽ താഴെയാണ് വെള്ളം. വയനാട് വരണ്ടുണങ്ങുന്നതിന്റെ സൂചനയാണോ ഈ കാഴ്ച? ആ കാണുന്നത് കർണാടകയാണ്. അവിടേക്ക് മുറിച്ചു കടക്കാവുന്ന വിധത്തിൽ കബനി നദി മെലിഞ്ഞിരിക്കുന്നു. ഇവിടെ ലഭിക്കുന്ന മഴ വളരെ കുറവാണ്. അത് എല്ലാ കാലാകാലങ്ങളായിട്ടുള്ള പടിപടിയായിട്ടുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനവും മഴക്കുറവും കൊണ്ടാണ് ഇത്ര കടുത്ത വരൾച്ച ഈ ഗ്രാമപഞ്ചായത്തുകളിൽ അനുഭവപ്പെടുന്നത്. ഈ വയനാട് വൃഷ്ടിപ്രദേശത്തുള്ള മുഴുവൻ വെള്ളവും അവർ പൂർണ്ണമായും ശേഖരിച്ച് ഭൂഗർഭ ജലവിധാനം ഉയർത്തി അതിലൂടെ ബോർവെല്ലുകളും മറ്റ് ഓപ്പൺ വെല്ലുകളിലും ജലവിധാനം ഉയർത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുതന്നെയാണ് നമ്മൾക്കും ഇവിടെ ആവശ്യം. ട്രൈബ്യൂണൽ വിധിയെ വയലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ വിധിപ്രകാരം നമുക്ക് ലഭ്യമായ വെള്ളം ശേഖരിക്കുന്നതിനുള്ള അടിയന്തര നടപടികളാണ് നമ്മുടെ കേരള ഗവൺമെൻറ് എടുക്കേണ്ടത്. വയനാടിന്റെ മറ്റു ഭാഗങ്ങളിലെ സ്ഥിതിയല്ല പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലം ഏറ്റവും അനുഭവപ്പെടുന്ന മേഖലയാണിവിടം. ഈ നില തുടർന്നാൽ കൃഷി അവതാളത്തിലാകും, കുടിവെള്ളത്തിന് പെടാപ്പാടാകും. വേനൽ മഴ കനിയുമെന്ന് മാത്രം പ്രതീക്ഷ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.